ടിയാനൻമെൻ സ്ക്വയർ. ടിയാനൻമെൻ സ്ക്വയറിൻ്റെ പ്രധാനപ്പെട്ട മധ്യഭാഗമാണ്. ഇതാണ് ഹീറോസ്. മരണമടഞ്ഞ 30 ലക്ഷം ചൈനീസ് പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ സ്മരണയ്ക്കാണിത് കാണുന്നത്. തൊട്ട് ബാക്കിൽ കാണുന്ന മ്യൂസിയമാണ്. ഈ കാണുന്നതാണ് ചൈനീസ് പാർലമെൻറ്റ് മന്ദിരം. ആ കാണുന്ന ചൈനയുടെ പാർലമെൻറ്റ് മന്ദിരമാണ്. അത് ഫോർബിഡൻ സിറ്റിയുടെ എൻട്രൻസാണ്. മാവോ സേതുങ്ങിൻ്റെ പടം കാണുന്നുണ്ട്. ഫോർബിഡൻ സിറ്റിയുടെ എൻട്രൻസാണ്. ഇതൊരു ചരിത്ര സ്മാരകമായിട്ടാണ് അവർ സംരക്ഷിക്കപ്പെടുന്നത്. ടിയാനൻമെൻ സ്ക്വയർ അതായത് 880 മീറ്റർ നീളവും 500 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരമാണ് ടിയാനൻമെൻ സ്ക്വയർ. ടിയാനൻമെൻ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് വളരെ ദൂരെയായി കാണാം പുഷ്പങ്ങളുടെ ഒരു പാർക്ക് കാണാം. പുഷ്പങ്ങളങ്ങനെ പല നിറത്തിൽ വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലൈറ്റുകളാണ് വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാത്രികാലങ്ങളിലെ കാഴ്ചകൾ പറയാതിരിക്കുകയാണ്. ഇത് അത്ര മനോഹരമായിരിക്കും. ചൈനീസ് മ്യൂസിയമാണ്. ചരിത്ര മ്യൂസിയം, ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഓഫ് ചൈന. ദിസ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ചൈനീസ് പാർലമെൻറ്റ് മന്ദിരം. അകത്തൊന്നും നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഇതിൻ്റെ മുൻപിൽ കൂടെ നടക്കുകയാണ്. ഇനി അടുത്തത് ഈ ഇവിടം കഴിഞ്ഞു. ഇത് വളരെ വളരെ വൈഡായിട്ട് വിശാലമായ പ്രദേശമാണ്. ഇവിടെ ഉള്ളിലെല്ലാം നടന്നു 880 മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നു. നല്ല രസമായിട്ട് പാർക്കാണ്. പുഷ്പങ്ങൾ മനോഹരമായിട്ട്. ഇവരെ മൊത്തത്തിൽ ചൈനക്കാർ മരങ്ങളെയും പ്രകൃതിയും നന്നായി സ്നേഹിക്കും. കാരണം എല്ലാ കെട്ടിടങ്ങളുടെ ചുറ്റും വളരെ പൊക്കത്തിൽ മരങ്ങൾ കാണാം. ഇപ്പം മരങ്ങളൊക്കെ പൂക്കൾ ഉണ്ടോ, എന്തൊരു രസമായിരിക്കും. ഭയങ്കരമായിട്ടാണ് പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണുന്നത്. ബ്യൂട്ടിഫിക്കേഷൻ നന്നായിട്ട് പണം മുടക്കുന്നുണ്ട്. അതിന് ഏരിയയുണ്ട്, അതിനുള്ള അവസരമുണ്ട്, അത് ചെയ്യാനും അവർക്ക് കഴിയുന്നുണ്ട്. ഫോർബിഡൻ സിറ്റിയുടെ കവാടം കാണുന്നു.